നമസ്കാരം. പശ്ചിമേഷ്യയിൽ മാസങ്ങളായി വിറപ്പിച്ച യുദ്ധഭീതിക്കിടെ ഇപ്പോൾ ലോകം പ്രതീക്ഷയോടെ നോക്കുന്ന വാർത്തയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള 60 ദിവസത്തെ സമാധാന കരാർ. ആണവ സംഘർഷത്തിന്റെ വക്കിലെത്തിയിരുന്ന രണ്ട് ശക്തികൾ ഇപ്പോൾ വെടിനിർത്തലിനും ചർച്ചകൾക്കും തയ്യാറാകുന്നു എന്നത് ലോകരാഷ്ട്രീയത്തിലെ വലിയ വഴിത്തിരിവായാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിൽ സംഘർഷം രൂക്ഷമായി എണ്ണവില കുതിച്ചുയർന്നതും ആഗോള സമ്പദ് വ്യവസ്ഥ ആശങ്കയിലായതിനും പിന്നാലെയാണ് ഈ നിർണായക നീക്കമുണ്ടായത്. എന്നാൽ ഇത് യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള തുടക്കമാണോ അതോ താൽക്കാലിക രാഷ്ട്രീയ തന്ത്രമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അനുമതി ലഭിക്കാനിരിക്കുന്ന ഈ ധാരണ ലോക രാഷ്ട്രീയത്തിന്റെ ദിശ തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒന്നായി മാറിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രാഥമിക സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിലവിലുള്ള വെടിനിർത്തൽ നീട്ടുന്നതിനും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമുള്ള 60 ദിവസത്തെ കരാറിലാണ് ധാരണയായത്. ഇറാന്റെ ഉന്നത നേതൃത്വം ഈ നിർദ്ദേശത്തിന് ഇതിനകം അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിപ്പ് തുടരുകയാണ്. ബുധനാഴ്ച ചർച്ചകളുടെ പുരോഗതിയിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ തനിക്ക് കൂടുതൽ സമയം വേണമെന്ന് അദ്ദേഹം മധ്യസ്ഥരെ അറിയിച്ചതായും സൂചനകളുണ്ട്. ഹോർമൂസിലെ ഉപരോധങ്ങൾ നീക്കണമെന്ന ഇറാന്റെ നിർദ്ദേശത്തിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്ന് ട്രംപ് മണിക്കൂറുകൾക്ക് മുൻപ് പ്രതികരിച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതാണ് കരാറിലൂടെ ഇറാൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പുതിയ നിർദ്ദേശപ്രകാരം ഹോർമൂസിലൂടെയുള്ള സുരക്ഷിത കപ്പൽ ഗതാഗതം ഇറാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 30 ദിവസത്തിനുള്ളിൽ കടലിലെ മൈനുകൾ നീക്കം ചെയ്യുമെന്നും വാണിജ്യ കപ്പലുകളെ തടയില്ല എന്നും ഇറാൻ സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ. കപ്പലുകളിൽ നിന്ന് യാതൊരുവിധ ടോളും ഈടാക്കാൻ പാടില്ല എന്നും വ്യവസ്ഥകളുണ്ട്. ഇതിന് പകരമായി മേഖലയിലെ നാവിക ഉപരോധം അമേരിക്ക ഘട്ടം ഘട്ടമായി ലഘൂകരിക്കും. ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന ഇറാന്റെ ഉറപ്പും കരാറിന്റെ ഭാഗമാണ്. 60 ദിവസത്തെ ചർച്ചാവേളയിൽ യുറേനിയം സമ്പുഷ്ടീകരണം, ഇറാന്റെ മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടുനൽകൽ, മാനുഷിക സഹായം എന്നിവ ചർച്ചാ വിഷയമാകും. അതേസമയം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് താൽക്കാലിക ക്രമീകരണത്തിനുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണെന്നും അന്തിമ സമാധാന കരാർ അല്ല എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ മേഖലയിൽ സംഘർഷം തുടരുകയാണ്. ദക്ഷിണ ഇറാനിലെ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രത്തിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് മറുപടിയായി കുവൈറ്റിലെ US സൈനിക താവളത്തിന് നേരെ ഇറാൻ കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അതേസമയം ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളും തുടരുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കുമെന്ന ആശങ്ക ശക്തമായിരിക്കെ ഇപ്പോൾ പുറത്തു വരുന്ന സമാധാന ചർച്ചകളുടെ വാർത്ത ലോകത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. നിലവിലുള്ള വെടിനിർത്തൽ കരാർ 60 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ കരാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അനുമതി ലഭിക്കാനുണ്ട് എന്നത് പ്രതിസന്ധി നീട്ടുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ മാസങ്ങളായി തുടരുന്ന സംഘർഷം ലോക സമ്പദ് വ്യവസ്ഥയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ എണ്ണ കയറ്റുമതിയും അന്താരാഷ്ട്ര വ്യാപാരവും ഗുരുതരമായി ബാധിക്കപ്പെട്ടു. അമേരിക്കയുടെ ഉപരോധങ്ങളും ഇറാന്റെ സൈനിക പ്രതികരണങ്ങളും ചേർന്ന് സ്ഥിതി അതീവ സങ്കീർണമാക്കി. ഈ സാഹചര്യത്തിലാണ് സമാധാന ചർച്ചകൾ വീണ്ടും ശക്തമായത്. കരാറിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്ക് വീണ്ടും സ്വതന്ത്ര കപ്പൽ ഗതാഗതത്തിന് തുറക്കുക, ചില ഉപരോധങ്ങളിൽ ഇളവ് നൽകുക, ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് പ്രത്യേക ചർച്ചകൾ ആരംഭിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മുന്നിലുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ സമാധാനത്തിന്റെ ഈ വഴി അത്ര എളുപ്പമല്ല. അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ട്രംപിനെതിരെ കടുത്ത സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ യുദ്ധപക്ഷ നേതാക്കൾ ഇറാനോട് ഇളവ് നൽകുന്നത് അമേരിക്കയുടെ ദൗർബല്യമാണെന്ന വിമർശനമാണ് ഉയർത്തുന്നത്. മറുവശത്ത് ഇറാനും തങ്ങളുടെ ദേശീയ അഭിമാനവും സുരക്ഷയും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കരാർ നടപ്പാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ ഒരു സാധാരണ രാഷ്ട്രീയ ധാരണയല്ല. ലോകം യുദ്ധത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് തിരിയാനുള്ള വലിയ പരീക്ഷണമാണ്. ട്രംപ് അന്തിമ അനുമതി നൽകുമോ? ഇറാൻ അതിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കുമോ? ഈ സമാധാനം സ്ഥിരതയിലേക്ക് നീങ്ങുമോ? ഇനി ലോകം ഉറ്റുനോക്കുന്നത് അതാണ്.